ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മളെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാനിന്ന് റവയും തേങ്ങയും വെച്ചിട്ട് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം, പിന്നെ അതേപോലെ നമുക്ക് വൈകുന്നേരത്ത് ചായക്ക് കടിയായിട്ടും കഴിക്കട്ടോ. ഞാൻ വൈകുന്നേരത്താണ് ഉണ്ടാക്കിയിട്ടുള്ളത്, അപ്പോൾ നിങ്ങൾക്കും കൂടെ ഒന്ന് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ബൗളിൽ ഒരു ബൗള് പിന്നെ റവ എടുത്തിട്ടുണ്ട്, പിന്നെ അതേ ബൗളിൽ തന്നെ ഒരു 1/4 ബൗള് തേങ്ങയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങ ഇതിൽ അത്യാവശ്യത്തിന് വേണം കേട്ടോ, എന്നാലേ ഇതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ അതൊരു 5-6 ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ നിൽക്കുന്ന രൂപത്തിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. റവയാണല്ലോ, അപ്പോൾ നമ്മളിത് ഇരിക്കുന്തോറും ഇങ്ങനെ ടൈറ്റായി വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നിൽക്കുന്ന രൂപത്തിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇഡ്ഡലിയുടെയൊക്കെ മാവുണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഒരു രൂപത്തിൽ ആയി കിട്ടണം കേട്ടോ. അപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിക്ക് ഞാൻ പിന്നെ ഒരു നുള്ള് ചെറിയ ജീരകം ചേർക്കുന്നുണ്ട് കേട്ടോ. ചെറിയ ജീരകത്തിൻ്റെയും ചെറിയ ഉള്ളിയുടെയും കൂടി ആ ഫ്ലേവർ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണിത് കഴിക്കാൻ കേട്ടോ. പിന്നെ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കൊന്നും വേണ്ട, നമ്മൾ അരച്ചെടുത്ത് ഉടനെ തന്നെ ഉണ്ടാക്കിയെടുക്കും ചെയ്യാം കേട്ടോ. പിന്നെ ഞാനിതിലൊരു നുള്ള് എള്ളും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ, കറുത്ത എള്ള്. അത് നിങ്ങളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലയെന്നുണ്ടെങ്കിൽ ചേർക്കണ്ട. ചെറിയ ജീരകവും ചെറിയ ഉള്ളിയും തന്നെ ചേർത്താൽ അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഞാൻ ആ ഒരു ബൗളിലെടുത്ത് പിന്നെ റവ കൊണ്ട് 7 ഇതുപോലെയുള്ള അപ്പാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം നിങ്ങൾക്ക് എത്ര എണ്ണം വേണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ റവൻ്റെയും തേങ്ങൻ്റെയൊക്കെ അളവ് കൂട്ടിയെടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ ദോശ ഉണ്ടാക്കുന്ന പാനിലും ഏത് പാനിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു പാനാണ് വെച്ചിട്ടുള്ളത്. അതിൽ കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന് ഒരു തവി മാവ് എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ദോശക്ക് പരത്തിയെടുക്കണ മാതിരി പരത്തിയെടുക്കുകയൊന്നും വേണ്ട കേട്ടോ. വെറുതെ അങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് മൂടി വെച്ചാൽ മതി. ഒരു 2 മിനിറ്റ് മൂടി വെക്കുമ്പോഴത്തേന് അതൊരു ഭാഗം വെന്ത് കിട്ടും കേട്ടോ. പിന്നെ മറ്റേ ഭാഗം മറിച്ചിട്ടിട്ട് ഒരു മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഭാഗം വെന്ത് കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. കറി ഇല്ലാതെ നമുക്കിത് വെറും കട്ടൻ ചായൻ്റെ കൂടെ കഴിക്കാം. പിന്നെ അതുപോലെ കറി കൂട്ടിയിട്ടാണെങ്കിലും ബീഫ് കറിയോ അല്ലെങ്കിൽ ചിക്കൻ കറിയോ മീൻ കറിയൊക്കെ കൂട്ടിയിട്ടാണെങ്കിൽ അങ്ങനെയും കഴിക്കട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടു. റവയൊക്കെ എന്തായാലും നമ്മൾ വീട്ടിലുണ്ടാവുമല്ലോ. പിന്നെ ഇപ്പോൾ തേങ്ങയൊക്കെ കിട്ടാനൊക്കെ പാട് തന്നെയാണ്, തേങ്ങയ്ക്കൊക്കെ നല്ല വില ആയതുകൊണ്ട്. പക്ഷെ എന്നാലും കുറച്ച് തേങ്ങയും റവയൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുത്ത് നോക്കൊണ്ടു കേട്ടോ. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. പിന്നെ ഞാനിത് പരത്തിയെടുക്കുമെന്നല്ല, അത് ഒഴിച്ച് കൊടുത്തിട്ട് കയ്യിലുമെന്ന് അവിടെ ഒറ്റിയിട്ടൊന്നും പോവണ്ട വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ വെറുതെ ജസ്റ്റ് ഇങ്ങനെ തട്ടിയെടുക്കണത്. അപ്പം നിങ്ങൾ പരത്തിയെടുക്കുകയൊന്നും വേണ്ട. പിന്നെ നമ്മൾ ഏത് പാനിൽ വേണമെങ്കിലും ചുട്ടെടുക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ ഇരുന്നിട്ട് ചായയൊക്കെ കുടിച്ചു. മോന് വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഓനക്ക് എടുത്തു കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാക്കിക്കണമെന്ന് ചോദിക്കുകയാണോ എന്നോട്. അപ്പോൾ ഞാൻ റവയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത് ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊക്കെ പറയാം കേട്ടോ. പിന്നെ കഴിച്ച് നോക്കിയിട്ട് പറയുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറയും. ഇതിൽ എള്ളൊക്കെ ചേർത്തിട്ടുണ്ടില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മളെ ഈ ജീരകത്തിൻ്റെയും ചെറിയ ഉള്ളിയുടെ ഒക്കെ ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഹൈപ്പ് ചെയ്യാത്തവരും ഒന്ന് ഹൈപ്പ് ചെയ്തിട്ടും കൂടെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു. അസ്സലാമു അലൈക്കും.